നിങ്ങൾ IVF ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ വായോ, IVF ഇഞ്ചക്ഷൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. IVF ഇഞ്ചക്ഷൻസ് സമയത്തിനെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് ഹോർമോൺ ഇഞ്ചക്ഷൻസ് ആണ്. സമയം തെറ്റിക്കാനോ ഡോസ് മിസ്സാകാനോ പാടില്ല. IVF ഇഞ്ചക്ഷൻസ് കയ്യിൽ അല്ലെങ്കിൽ തൊടയിൽ തൊലിപ്പുറത്താണ് എടുക്കുന്നത്. അതിനാൽ ഇതിന് വലിയ വേദന ഉണ്ടാകാറില്ല. ഇഞ്ചക്ഷൻസ് എടുക്കുന്നതിന് മുമ്പ് ഐസ് പാക്ക് ഉപയോഗിച്ചാൽ വേദന ഒട്ടും അറിയില്ല. സ്കിൻ ഇറിറ്റേഷൻ ഒഴിവാക്കാൻ കയ്യിൽ അല്ലെങ്കിൽ തൊടയിൽ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ സ്ഥലം മാറി മാറി എടുക്കുക. IVF ഇഞ്ചക്ഷൻസ് നിങ്ങളുടെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ പരിശീലനം കിട്ടിയ ശേഷം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എടുക്കാവുന്നതാണ്. IVF ഇഞ്ചക്ഷൻസ് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ തണുപ്പ് നിലനിർത്തുന്നത് വളരെ അനിവാര്യമാണ്. ഇഞ്ചക്ഷൻസ് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൻ്റെ മിഡിൽ ഷെൽഫ് അല്ലെങ്കിൽ വെജിറ്റബിൾ ട്രേയിൽ സൂക്ഷിക്കണം. ഇഞ്ചക്ഷൻസ് ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫ്രീസറിൽ എപ്പോഴും ഒരു ഐസ് പാക്ക് സൂക്ഷിക്കേണ്ടതാണ്. കറണ്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ഐസ് പാക്ക് ഉപയോഗിച്ച് ഇഞ്ചക്ഷൻസിൻ്റെ തണുപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. IVF ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ട് 3 ഇഞ്ചക്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, FSH അല്ലെങ്കിൽ HMG ഇഞ്ചക്ഷൻസ് അണ്ഡം വളരാനായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമതായി ആൻറ്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻ, അത് അണ്ഡം ഉള്ളിൽ ഓവുലേറ്റ് ആകാതിരിക്കാനായി. മൂന്നാമതായി ട്രിഗർ ഇഞ്ചക്ഷൻ, അത് എഗ് മെച്ചുറേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വിഷിംഗ് യു ഓൾ ആൻഡ് ഹാപ്പി IVF ജേർണി.